പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേറ്റി നടക്കൂ കസവു തട്ടക്കാരി കസവു തട്ടക്കാരി. ലോമി കൊച്ചെ, കുറച്ചു കാലമായിട്ട് ഞാൻ പറയുവാ എന്റെ പാലി പാറ്റ ഇടരുതെന്ന്. കൊച്ചു പാല് കൊടുത്ത് തുടങ്ങിയത് മുതൽ എനിക്ക് കച്ചവടം തീരെ ഇല്ലാതായി. സാരമില്ല, പറഞ്ഞോട്ടെ, എനിക്കത് ഈ സങ്കടമൊന്നുമില്ല. പക്ഷെ ലോമി അല്ലാതെ വേറെ വല്ലവരും ആണെങ്കിലുണ്ടല്ലോ അവിടെ ജീവിതത്തിൽ പിന്നെ അവള് പാല് ഇറക്കത്തില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് രണ്ടാൾക്കൂടെ ചേർന്ന് പാല് കച്ചവടം നടത്താം. ഒത്തിരി പശുക്കളെയൊക്കെ വെച്ച് ഒരു ഹോൾസെയിൽ പാൽ കമ്പനി. നമ്മുടെ പാൽ കമ്പനി ഇങ്ങനെ മിൽമ പോലെ വികസിച്ച് പോവില്ല. ഇതോടെ കേട്ടോളൂ. പിന്നെ നമ്മുടെ കമ്പനിയിലെ ലോമി മേസി, സിന്ധു, കൊറസോവ, നെപ്പോളിയൻ, വെച്ചൂർ പശുക്കൾ വരെ ഉണ്ടാവും. പിന്നെ ജമുന പ്യാരി. ആരും അറിയത്തില്ല ടോമി. ആരും കണ്ടില്ല. ഓളെ സലോമിയെ, നീ തന്നെ പിണങ്ങിയിരിക്കുവാന്നോ? നോക്കിയേ, ചാച്ചൻ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ചാച്ചന്റെ പുന്നാര മോളെ. പുന്നാര മോള്? ചാച്ചൻ അങ്ങനെ വിചാരമുണ്ടോ? എങ്കിൽ ചാച്ചൻ ഇങ്ങനെ പാതിരാത്രി വരെ കള്ളും കുടിച്ച് നടക്കോ? അത് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അതുകൊണ്ടല്ലേ ആർക്ക് വേണേലും എന്നെ വേണേലും പറയുകയും ചെയ്യാമല്ലോ. അതിന് ചാച്ചൻ എന്നെ അല്ലേ? എന്നാ പറ്റി മോളെ? എന്നെ ആരെന്നാ പറഞ്ഞു? രാവിലെ ഞാൻ ആടുകളും കൊണ്ട് പോയപ്പോ ആ ഗോപാലൻ എന്റെ പുറകെ വന്നു. എന്നിട്ട് അയാൾ എന്നെ സാരമില്ല, നീ കഥ പറഞ്ഞ കിടന്ന് ഉറങ്ങിക്കും. ചെല്ലേ, തല്ലിനും വഴക്കിനൊന്നും പോണ്ട ചാച്ച. ഉറങ്ങണേ. കഴിവറേ ഇറങ്ങി വേണ. എന്റെ മോനില്ല അവിടെ. എന്നതാ ഇത്താക്കെ? എന്നാന്ന് അവനോട് ചോദിച്ചോക്ക്. വിളിച്ചിറക്ക, ഇല്ലേ അതോട് കയറും. ഇതെന്തിനാ മനസ്സിലാവണ? എന്തിനാ ഒരവസ്ഥ പറ്റിപ്പോയത്? അയ്യോ, എന്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ. എന്നതാടാ ഇത്? ഇതെന്തിനാ മനസ്സിലായോ? ഇനി ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാൻ അവൻ എന്നാ ചെയ്തിട്ടാ നീ പോക്കൃതരം കാണിക്കുന്നേ? അവൻ കാണിച്ച പോക്കൃതരം ഈ പെങ്കൊച്ചൂടായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ കൊള്ളുകയല്ല. നീ ഇതുപോലെ മോനെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാ പറ്റിയിടാ നിനക്ക്? ആ പിള്ളേർ പ്രായപൂർത്തിയായ കെട്ടിച്ചയക്കള് തന്നെയാണ് പറഞ്ഞു നടക്കുന്നത്. പല്ലും പോയി പിന്നെ കരിപ്പൊടിയായിട്ട് നീയൊക്കെ കാരണമായ എന്റെ കല്യാണം നടക്കാത്തത്.